ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസാണ്. ഫ്രാൻസിൽ നിന്ന് ബെൽജിയത്തിലേക്ക് കയറുന്നതിൻ്റെ ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കപ്പോൾ ഇന്ന് ഫ്രാൻസിൽ ലീജെ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ലില്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ലോഡ് ഇറക്കണം. ഒരു 4 പലറ്റ് ഇവിടെ ഇറക്കാനുണ്ട്. ഇവിടെ നിന്ന് ഇറക്കിയിട്ട് അവിടെ നിന്ന് നേരെ ബെൽജിയത്തിൽ, അവിടെ നിന്നൊരു 200 കിലോമീറ്റർ അടുത്ത് അവിടെ പോയിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ലോഡ് ഇറക്കണം. ഇപ്പോൾ വൈകിട്ട് 4:37, 5 മണി ആവാറായി. അവിടെ നിന്ന് അതിറക്കിയിട്ട് നാളെ രാവിലെ നെതർലാൻഡ്സിൽ പോയിട്ട് 3 സ്ഥലത്ത് ലോഡ് ഇറക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമുക്കപ്പോൾ പോകേണ്ടത് A1 തന്നെ. ഇവിടെ നിന്ന് 2 പിരിയും. Sitúate en uno de los 2 carriles de la izquierda. തണുപ്പ് കാലമായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും. En 3 kilómetros, mantente a la izquierda por la A25. നമുക്ക് ഇപ്പം നമ്മൾ ലില്ലിയിലുള്ള, ലില്ലി എന്ന് പറയും, സ്പാനിഷിൽ ലീജെ എന്ന് പറയും. ഇവിടെ നിന്നൊരു 14 കിലോമീറ്റർ കൂടി ഉണ്ട്. അത് ഒരു മാർക്കറ്റാണത്. പക്ഷെ ഇന്നവിടെ ആളുണ്ടാവില്ല. നമ്മൾ തന്നെ അവിടെ ഒരു കോതികം ഉണ്ട്. കോതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഉണ്ട് അന്നത്തെ കയറാനായിട്ട്. നമ്മളപ്പോൾ ഇവിടെ ഒരു 7 വർഷത്തിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നോട് പറഞ്ഞത് അന്നത്തെ ഇത് തന്നെയാണെന്നാണ് പറഞ്ഞേക്കണത് എൻ്റെ അടുത്ത്. നമുക്കപ്പോൾ പോകേണ്ടത് A25, ഇത് തന്നെ. Sitúate en uno de los 2 carriles de la izquierda. റൂട്ട് എനിക്ക് വലിയ ക്ലിയർ ആയില്ല, കാരണം വന്നിട്ട് കുറച്ച് നാളായി. En 1,5 kilómetros, mantente a la izquierda por la A25. ഇന്നലെ നമ്മൾ സ്പെയിനിൽ നിന്ന് കയറിയത് മുതൽ മഴയാണ്, നല്ല മഴ. മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മഴയുണ്ട്. ഇവിടെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കുറവുണ്ട്. ഇവിടുത്തെ മഴ തീർന്നു തോന്നുന്നത്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലറുകൾ ഓടിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഫ്രീഗോ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഓടിക്കാം, വലിയ പ്രോബ്ലംസ് ഇല്ല.
Sitúate en uno de los dos carriles de la izquierda. En 2 kilómetros, mantente a la izquierda y sigue por la A25. പിന്നെ ഇന്നത്തെ പ്രത്യേകതയുടെ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കൊക്കെ കഴിഞ്ഞിരിക്കുക. 2 ആഴ്ച കൂടുമ്പോൾ 90 മണിക്കൂർ ഓടിക്കേണ്ടതിന് പകരം ഇപ്പോൾ ഏകദേശം 93 മണിക്കൂറായി. ഓടിക്കാനുള്ള സമയം ഇന്ന് കാലത്ത് കഴിഞ്ഞതാണ്. പക്ഷേ നമുക്ക് ഇന്നിവിടെ ഇറക്കാൻ വേണം. ഇതിന് ശേഷം ബെൽജിയത്തിൻ്റെ ഷെർലോയ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ എത്താൻ വേണം. En 1 kilómetro, mantente a la izquierda y sigue por la A25. എന്നിട്ട് ഇന്നവിടെ കിടന്നിട്ട് നമ്മളെ ഡിസ്ക് എടുത്ത് പുറത്തിട്ട് രാത്രി 12 മണിക്ക് ഓർഡർ ഇറങ്ങണം. അധികമൊന്നുമില്ല. ഇവിടെ ഒരു 4 പലറ്റ്, അവിടെ ഒരു 5 പലറ്റ്. അതിനുശേഷം നാളെ കാലത്ത് ഒരു 5 മണിയാകുമ്പോൾ അവിടെ നിന്ന് നേരെ നെതർലാൻഡ്സിൽ പോകും. അവിടെ പോയിട്ട് ഒരു 3 സ്ഥലങ്ങളിലായിട്ട് ബാക്കിയുള്ളതും കൂടെ ഇറക്കണം. Sitúate en uno de los dos carriles de la izquierda. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇവിടെ 70 സ്പീഡ് ലിമിറ്റ്. അവിടെ ഒരു റഡാർ ഇരിപ്പുണ്ട്. ഈ റഡാറിന്റെ മുമ്പിൽ പച്ചപ്പൈൻ അടിച്ചു വെച്ചാണത്. ഇത് രാത്രി വന്നിട്ട് ആൾക്കാർ അടിച്ചു വയ്ക്കണതാ, അവർക്ക് ഫൈൻ കിട്ടിയിട്ട്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ കൂടെ കഴിയുമ്പോൾ 7A. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് പുള്ളിക്കാരൻ വരും, ചെക്കിങ് നടത്തിയിട്ടാണ്. നമ്മുടെ ക്യാമറ കാണിച്ചു കൊടുക്കണം. ഈ സംഭവമാണ്. In 3 kilometers, take exit 7 at toward Inglos, long. സാധാരണഗതിയിൽ അവിടെ തിരക്കുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നാളെ കാലത്താന്ന് വെച്ചാൽ തിരക്കുണ്ടാവും. അതൊരു മാർക്കറ്റാണ്. നീ En 2 kilómetros, toma la salida 7 a la derecha en dirección Lom. ഒന്നര കിലോമീറ്റർ കഴിയുമ്പോൾ
നമുക്ക് പോണത് ലോമേ 7A ഇംഗ്ലോസ്. In 600 meters, take exit 7A toward Inglos, Long. ഇംഗ്ലോസ് ലോങ്. Toma la salida 7 a la derecha en dirección Long. ഇതാണ് 7A. Take exit 7A. MINZAMIN. In 800 meters, use the right 2 lanes to take the M652 ramp to toll point. Mantente a la izquierda por la M652, después mantente a la derecha. Mantente a la derecha por la M652, después mantente a la izquierda. Use the right 2 lanes to take the M652 ramp. M652. Continue for 1.5 Sitúate a la kilometers. izquierda. ഇതാണ് സെൻട്രൽ സി. ഇനി രണ്ടാമത്തെ സലിത ഇതന്നെ. In 600 meters, take exit 2 towards Sequadine, MINZAMIN. Toma la salida 2 a la derecha en dirección Sequedé. ഇതാണ് ഇൻഡസ്ട്രി. ഇതാണോ? അല്ല, ഇതിന്റെ Take exit 2. തോന്നുന്നു. In 200 meters, at the roundabout, take the third exit onto Avenue Zamin Toumi Avenue. Sal de la rotonda por la tercera salida por la D2652. ഇവിടെ നിന്നും അടുത്ത ഔട്ട്. Exit the roundabout onto Avenue Zamin Toumi Avenue. In 600 meters, turn left onto 8 Aim Avenue. യെസ്, ഇത് തന്നെ സ്ഥലം. ഇതിപ്പോൾ നമ്മൾ അടച്ചിട്ടേക്കാണ്, പക്ഷേ എങ്കിലും നമുക്ക് കയറാം. ഇതൊക്കെ എന്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ക്ലൈൻസ് പ്രൊഡക്ടോരസ്. ഇവിടെ നോക്കുമ്പോൾ ഇതിവിടെ നിന്ന് ഒരുത്തും വരേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അവരോട് ചോദിക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പോയിട്ട് കാര്യങ്ങൾ നടത്തിയിട്ട് ഇപ്പോൾ വരാം. ഇപ്പം എന്തിൻ്റെ സംഭവം മേഴ്സി? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഇനി നമ്മൾ അകത്ത് കയറി. ഇനി ഇവിടെ നിന്നും
അയ്യോ, പണിവാളിയോ? ഇല്ല. Sal de la rotonda por la segunda salida por Take the 10.000 next left onto 8 Aim Avenue, then your destination will be on the right. In 50 meters, at the roundabout, take the third exit onto 10 Aim Avenue. അവിടെ ഊഹം ശരിയാണെങ്കിൽ ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. അതെ, പ്രിൻസ് ആൻഡ് കോ. In 100 meters, turn right onto 8 Aim Avenue. Has llegado al destino. Coordenadas. El destino se encuentra a la izquierda. ഡെസ്റ്റിനോ. അപ്പോൾ നമ്മൾ In 100 meters, turn right onto 8 Aim Avenue. Turn right onto 8 Aim Avenue, then your destination will be on the right. ഇതാണ് നമ്മുടെ സ്ഥലം. Your destination is on the right. ഇനി പോയിട്ട് ചെറിയ പരിപാടികൾ. ഇതിൻ്റെ വന്നിട്ട് 5 ഡിഗ്രിയാണ് സെൻറ്റിഗ്രേഡ് പറഞ്ഞാണ്. നിറച്ചഴുക്കാന്നേ. നല്ല മഴയായിരുന്നു. മഴയും മഞ്ഞും അത്യാവശ്യം കാര്യമായിട്ടുണ്ടായിരുന്നു. പ്രൈം ആൻഡ് കോ. ഇത് ഈ ട്രെയിലറിൻ്റെ ഫസ്റ്റ് യാത്ര ഇന്നലെ ഇറക്കിയുള്ളൂ വണ്ടി. ഇന്നലെ അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ വരണ ദിവസം ഇറക്കിയ ട്രെയിലറത്. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പുതിയത് കൊണ്ടുവരാനായിട്ട്. പക്ഷെ നമ്മുടെ ഓണർ പറഞ്ഞു അതും കൊണ്ട് പോയാൽ മതി. സംഭവങ്ങളൊന്ന് നോക്കട്ടെ. ഹൈറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പുറത്തോട്ട് നീക്കേണ്ടി വരും. ഇത് കയറാനുള്ള സാധ്യത ഉണ്ടോ നോക്കട്ടെ ആദ്യം. ഉണ്ട്, പക്ഷെ സ്വല്പം നീക്കി വയ്ക്കാതെ നല്ലത്. ഞാനേ
ഇതിൻ്റെ സമയം ഒന്നും നോക്കട്ടെ, അല്ലെങ്കിൽ റെസ്റ്റിൻ്റെ ഇതിൽ വ്യത്യാസം വരും. നമ്മളിങ്ങനെ വണ്ടി റെസ്റ്റ് എടുക്കാനുള്ള സമയത്ത് ഇപ്പം ഇത് 4 മിനിറ്റ് റെസ്റ്റ് ആയിട്ടുണ്ട്. 30 സെക്കൻഡ് കൂടുമ്പോൾ നമുക്ക് ഒരു 30 സെക്കൻഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താക്കോ റീഡ് ചെയ്യില്ല. അങ്ങനെയാണ് ഞാനിവിടെ ഇത് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ 1 മിനിറ്റിൽ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ 30 സെക്കൻഡ് കൂടുമ്പോൾ മൂവ് ചെയ്യുക. സാധാരണ ഞാൻ ചെയ്യണത് 30 സെക്കൻഡ് കൂടുമ്പോഴാണ്. ഇപ്പോൾ ഇവിടുത്തെ റീഡിങ് കാണിക്കില്ല. ഇപ്പോൾ വലിയ വലിയ ബ്ലോക്കിലൊക്കെ വന്ന് വിടുമ്പോൾ ഞാൻ അങ്ങനെ വണ്ടി മൂവ് ചെയ്യുക. മിനിറ്റിൽ ഒന്നുമില്ലെങ്കിൽ 45 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ 30 സെക്കൻഡ് വെച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്കോ റീഡ് ചെയ്യില്ല. ഇരുപത്തൊമ്പത് 30. ഓക്കെ, ഇപ്പം ഇത് 50 ഇപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 തന്നെ നിൽക്കും. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് കാര്യങ്ങൾ നടത്തിയിട്ട് വരാം. എന്തായാലും കീ എടുത്തേക്കാൻ കയ്യിൽ. മൊബൈലും ഇതും എടുക്കണം, ഇതും എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു സംഭവം അവിടെ കീറിയിട്ട് ഒരു ഭാഗം അവിടെ വെച്ചിട്ട് അടുത്ത ഭാഗം കൊണ്ടുവന്നിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. എൻ്റെ ഊഹ ശരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മതിയോ, ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം വരാം. ഇതിൻ്റെ കോതി കുഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്താണ് അതിൻ്റെ കോതിക സെറ്റ് ആയിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെ നമ്മൾ ആ കോതിക വെച്ചിട്ട് അകത്തേക്ക് കയറി. ഇനി അതിന് കുറച്ച് താഴ്ത്തായിരുന്നു സത്യത്തിൽ. ഇതിൻ്റെ ഇത് താഴ്ത്താൻ പറ്റുമോ നോക്കട്ടെ. നമുക്കിനി ഇത് ഇറക്കാനുള്ള പരിപാടികൾ ചെയ്യാം. ഇവിടെ മൊത്തം ക്യാമറ ഉണ്ടാവും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാം, ഇതിൻ്റെ അകത്തായിട്ട് കേട്ടോ. കൂട്ടുകാരെ, നമ്മളെ ഇപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി സംഭവം അതുപോലെ തന്നെ കയറിയുണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ലോഡാണ് അവിടെ ഇറക്കി വെച്ചാണ്. ഇനി വേറൊന്നും എടുക്കാനില്ല, കാരണം ഞാൻ ആദ്യം ഇത് നമ്പർ കുത്തി വരേണ്ടി വരും. ഇതാണ് ലൈറ്റ്, ഇതാണ് തുറക്കേണ്ടത്. അത് ഓഫ് ചെയ്ത്, അതെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഓക്കെ, അടച്ചിട്ടുണ്ട്. ഇനി നൈസായിട്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി പയ്യനെ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇനി നമുക്ക് ബെൽജിയത്തിൽ കയറണം. ഇനി ഇവിടുന്ന് ബെൽജിയം ക്രോസ് ചെയ്ത്, ഇത് തന്നെയല്ല റൂട്ടാതെ, ബെൽജിയം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ചെർലോയിലെത്താനായിട്ട്.
ഇപ്പോൾ 5:33. വൈകിട്ട് ഒരു 7-7:30 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തും. രാത്രി 12 മണിക്കാണ് ലോഡ് ഇറക്കൽ പറഞ്ഞാണ്. Gira a la derecha en 5M Ave 9. ഓടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കി വേണം പോകാനായിട്ട്. നമ്മളിപ്പോൾ 6.5 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇനി 7, 8, 9, 2.5 മണിക്കൂർ കൊണ്ട് ഓടിക്കാം. ഡിസമനാല് 100 വരെ ഓടിച്ചോളാൻ ഉള്ള പെർമിഷൻ ഉണ്ട് കമ്പനിയിൽ നിന്ന്. അതിനുശേഷം എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ വിളിച്ച് ചോദിക്കാം. Cambio de sentido después de entrar en la rotonda. Estás conduciendo en sentido contrario. ആ പുള്ളിക്ക് പ്രാന്തായിന്ന് ഒന്നും തോന്നണു അവിടെ ഇരിക്കുന്ന പുള്ളിക്ക്. മേഴ്സി ഭയങ്കരമാണ് ഈ ഇരുട്ട്. Sal de la rotonda por la segunda salida por la M652. അതെ 4 എണ്ണം തന്നെ. 4 പലറ്റ് ഇവിടെ ഇറക്കി. ഇനി ഇവിടെ നിന്ന് 5 പലറ്റ് അടുത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇറക്കണം. അവിടെ രാത്രി 12 മണിക്ക് ആള് വരും. അവിടെയും ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പോയിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം അവിടെ ചെന്നിട്ട് ആരും തുറക്കാനില്ല. എന്നിട്ട് രാത്രി 12 മണിയായപ്പോൾ ഞാൻ വാതിലൊക്കെ അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഒരു വാതിൽ തുറന്നു. ഞാൻ എന്നിട്ട് അതിൻ്റെ അകത്തോടെ ഒക്കെ കയറി കഴിഞ്ഞപ്പോൾ ആരും ഇല്ല. ഒരു കമ്പനിയുടെ അകമാണത്. അത് കഴിഞ്ഞ് കയറി അകത്തൊക്കെ കുറേയൊക്കെ നടന്ന്, കുറേ എന്ന് പറയാൻ ഒന്നുമില്ല, ഒരു 5-8 മിനിറ്റ് അകത്തോടെ നടന്നു. അപ്പോൾ അവിടെ ഒരുത്തം നിന്നിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു. അങ്ങോരം അവിടെ പണിയുടെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നു, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ലോഡ് ഇറക്കാണ്ട്. അപ്പോൾ ആളുകളോട് പറഞ്ഞു 12 മണിയാകുമ്പോൾ ആൾ വരും, ഇറക്കിക്കോളും, നീ വണ്ടി കയറ്റിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വണ്ടി, അതിപ്പോൾ രാത്രി ഒരു 11 മണിയാകൊണ്ടൊക്കെ ആയിട്ട് ആ സമയത്ത്. എന്നിട്ട് ഞാൻ വണ്ടി കയറ്റി 12 മണിയായി ആളെ കാണാനില്ല, 12:30 ആളെ കാണാനില്ല. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കട തുറന്നാനായിട്ട് വീട്ടിൽ നല്ല വണ്ടി കാണാം. ഞാൻ എന്നിട്ട് അകത്ത് വീണ്ടും കയറി 12:30 ആയപ്പോൾ, 12:30-12:45 അകത്ത് കയറി. അപ്പോൾ ഒരുത്തനോട് നിൽക്കണം. ഞാൻ ചോദിച്ചു 4 പലറ്റ് ഇറക്കാണ്ടെന്ന്. ആ പോരാന്ന് പറഞ്ഞു. ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം പുള്ളി പറയുന്നുള്ളൂ, സംസാരിക്കണുള്ളൂ. എൻ്റെ ലക്ഷണം കണ്ടിട്ട് ഇവിടുത്തെ കാരനെല്ലാം തോന്നുന്നു. എന്തായിരുന്നല്ലേ സംഭവം ഇറക്കി. കാരണം അന്നും ഇതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുപ്പിന് നെതർലാൻഡ്സിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് പോകേണ്ടത് ലീജിയെന്ന് തോന്നുന്നു. ചെറുതായിട്ട് മഴ തൂളിയിട്ടുണ്ട്. സ്ലിപ്പറിക്കുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ നോക്കിയും കണ്ടും പോകേണ്ടി വരും. Kilometers. ഇവിടെ നിന്നാണ് നമുക്ക് ബ്രസൽസ് റൂട്ട് എടുക്കണം. Sigue por la A25.
ഇപ്പോൾ ഒരു പുതിയ ലൈനും കൂടെ കയറി വരുന്നുണ്ട്. ട്രക്കുകൾക്ക് വന്നിട്ട് 80. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സ്പീഡിൽ ഇതറിയില്ല. ഞാൻ ഈ റൂട്ട് വരാറില്ല. അതുകൊണ്ട് എവിടെയൊക്കെയാണ് ക്യാമറ വെച്ചേക്കണേന്നുള്ളത് അറിയാത്തത് കൊണ്ട് 80 വിട്ട് മുകളിലേക്ക് കയറാനും പറ്റില്ല. മഴ ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാവരും പോകണണ്ട. പാരീസ് തൊട്ട് മോൾ ഭാഗത്തേക്ക്, അതായത് മോൾ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീജെ ആ ബെൽജിയത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പാരീസിനോട്ട് മോളത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. 80 എന്ന് പറഞ്ഞാൽ ഒരു 80 പോകുള്ളൂ. ആ സമയത്ത് പാരീസിൻ്റെ താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. 80 എന്നല്ല 90 എഴുതി വെച്ചാൽ അവർ 120 പോകുള്ളൂ. റഡാർ പറഞ്ഞിടത്ത് ഒന്ന് ചവിട്ടും. ഇത് തന്നെയാണ് ഞങ്ങൾ ട്രക്കുകാർ. പക്ഷെ ഇവിടെ നമുക്ക് സ്ഥലം അറിയാത്തതിൻ്റെ പേരിൽ വെറുതെ ഒരു 45 യൂറോ ഗവൺമെൻറ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യം 80 പോകാൻ. നമ്മൾ സൈഡിലേക്ക് പോകാൻ നേരത്ത് അവിടുത്തെ ജനൽ പയ്യനെ സ്വല്പം താഴ്ത്തി വയ്ക്കും. ഇപ്പോൾ സിറ്റി സെൻറ്ററിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം ഞാൻ താഴ്ത്തി വയ്ക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ അതിനുള്ള തിരക്കില്ല. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ആ സൈഡ് സ്വല്പം താഴ്ത്തും. കാരണം എന്നിട്ട് പയ്യനെ അങ്ങനെ അടുപ്പിച്ചിട്ട് പെട്ടെന്ന് കുത്തി കയറാറില്ല. അപ്പോൾ ആൾക്കാർ ഹോൺ അടിക്കും. ഹോൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൈൻ തന്നെ പോകണം. എന്നിട്ട് അതിന് ശേഷമേ ഞാൻ ജനലടയ്ക്കാറുള്ളൂ. കാരണം ജനലടച്ചിട്ടിട്ട് പുറത്തുനിന്ന് പറയുന്ന ഹോൺ അടിച്ചാൽ കേൾക്കാൻ പറ്റില്ല. എനിക്ക് പാരീസിൽ വെച്ചിട്ട് അതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഒരടി അടിച്ചു. അതിനുശേഷം ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഒറ്റ തവണ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് നമുക്ക് എന്നേക്കുമായിട്ട് നമ്മളത് അങ്ങോട്ട് സ്വീകരിച്ചു. പിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാലും വാർത്ത എഴുതി കൊടുക്കുക. എന്നിട്ട് കമ്പനിയിലേക്ക് ഫോട്ടോ അയച്ചാൽ വിളിച്ചു പറഞ്ഞേക്കാം. അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളോടൊന്നും പറയുന്നില്ല. ഇങ്ങനെ മാതിരി എന്താ തട്ടിയെന്നോ സൂക്ഷിക്കേണ്ടത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എപ്പോഴും തട്ട് കിട്ടണ ഒരുത്തിൻ്റെ അടുത്ത് ആൾ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അവൻ പുതിയ 3 ട്രെയിലർ കൊണ്ടുപോയിട്ട് ഇടിച്ച് പൊടിച്ചു വന്നിട്ട് ആദ്യം പ്രാവശ്യം വണ്ടി ഇടിച്ചു. അപ്പോൾ കമ്പനിയൊന്നും പറഞ്ഞില്ലേ എടാ സൂക്ഷിക്കുന്നു പറഞ്ഞു. പുതിയ സാധനങ്ങളാണ്, നല്ല റേറ്റ് വരും. മൊത്തം പൊടിച്ചു കളഞ്ഞു പുള്ളി. എവിടെ വെച്ച് വളച്ചെടുത്തോണ്ട് പോയതാ ആ ഭാഗം സൈഡിൽ കയറി ഒരു പോസ്റ്റാ എന്തോ സംഭവം ഇടിച്ചു കളഞ്ഞു പുള്ളി. അതിനുശേഷം 2ാമത്തെ പ്രാവശ്യമായപ്പോൾ വീണ്ടും പറഞ്ഞു കമ്പനി. 2 പ്രാവശ്യം ഒരു മാസത്തിലാണ് 3 ട്രെയിലർ അടിച്ചു. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ആള് എഴുതി കയ്യിൽ വെച്ചിട്ട് വിട്ടോളം പറഞ്ഞു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ 1-2 തട്ടുകളൊക്കെ എന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ഈ 1-2 സംഭവം കിട്ടിയത് തന്നെ 1-2 സംഭവങ്ങളൊക്കെ ഒരെണ്ണം എൻ്റെ തെറ്റുകൊണ്ടാണ്. ഞാൻ അതുപോലെ ഇൻഡിക്കേറ്റർ അപ്പുറത്തേക്ക് പോയത്. അതാണ് മെയിനായിട്ട് ഒരെണ്ണം കിട്ടിയത്. ഒരു തട്ട് കിട്ടിയത് വണ്ടീന്. പിന്നെ ഒന്ന് റിവേഴ്സ് വെച്ചപ്പോൾ പുറകിൽ വണ്ടി ഉണ്ടായത് ഞാൻ കണ്ടില്ല. കാരണം ആ കാറുകാരൻ അടുത്ത് വന്നു. പുള്ളി ഹോൺ അടിച്ചു എന്ന് പറയണം. ഞാൻ ആ സമയത്ത് ഗ്ലാസ് കയറ്റിയിട്ടായിരുന്നു, കേട്ടില്ല. ആൾക്കാരൊന്നും മിണ്ടിയില്ല. എല്ലാവരും നോക്കിയൊക്കെയായിരുന്നു വണ്ടി അടിക്കണം കാണാനായിട്ട്. അവിടെ ആൾക്കാരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. അവിടെ പിന്നെ അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ ഇതാണ് 2 അത്യാവശ്യം എനിക്ക് കിട്ടിയാണ്. പിന്നെ ചെറിയ നമ്മുടെ വണ്ടി തട്ടലൊക്കെ എന്ന് പറഞ്ഞ സൈഡ് ഒതുക്കുമ്പോഴൊക്കെ സൈഡ് തട്ടിൽ ഒരച്ചില് പരിപാടികൾ, അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പരിപാടികളൊക്കെ കിട്ടിയിട്ടെങ്കിൽ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷത്തേക്കാണ് ഞങ്ങൾക്കൊരു ട്രെയിലർ തരാം. ഈ 4 വർഷം നമ്മളത് കൊണ്ടാണ് നോക്കണം. അപ്പം എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് മോശക്കേടല്ലേ. നമ്മളെ കാറിന് ഇടണ പോലെ അല്ല ഇത്. കാരണം നമ്മൾ ജീവിതം മൊത്തം അതല്ലേ. അപ്പോൾ പിന്നെ വണ്ടിയല്ല തട്ടുമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ കമ്പനി എന്ന് പറയാം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ. അങ്ങനെ കുറേ വിശേഷങ്ങൾ. നമുക്കിനി ഈ 42 ബ്രസൽസ് കയറി
നേരെ ഷെർലോയ്. നമ്മളിപ്പോൾ ലീജ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. In 3 kilometers, use the right 3 lanes to take exit 1 Ronchen for A22, E42 toward Brussels, Gand. En 1 kilómetro, mantente a la derecha por la E42. ഇവിടെ നിന്നും എല്ലാവരും ബന്ധം ഇതന്നെയല്ലേ വേണ്ട? ബ്രസൽസ് ഇതന്നെ. Sitúate en uno de los 2 carriles de la derecha. അത് ജെൻറ്റിലേക്ക് പോണത് എൻഡ്, ഇത് ബ്രസൽസ്. En 1 kilómetro y medio. En 1 kilómetro, toma la salida de la derecha por la E42, después mantente a la izquierda. നമുക്കിനി ബ്രസൽസ് എടുത്തിട്ട് വേണം പോകാൻ. ട്രക്കുകൾ ഒന്നും പോലും ഇല്ല. ഓ, In 500 meters, use the right 3 lanes to take exit 1 Ronchen for A22, E42 toward Brussels, Gand. Use the right 3 lanes to take exit 1 Ronchen. Sitúate en uno de los 2 carriles de la izquierda. നമുക്കിനി ബ്രസൽസിൽ കയറാം.